ഹായ്, നമ്മൾ ഈ സെഷനിലും SBI ക്ലർക്കിന്റെ പ്രീവിയസ് ഇയർ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അത് കാണാത്തവർ നിങ്ങൾ ചാനൽ ചെന്ന് അത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള വീഡിയോസും അതുപോലെ ഇനി വരാൻ പോകുന്ന വീഡിയോസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാംസിനൊക്കെ വേണ്ടി തന്നെ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഡെഫിനറ്റ്ലി ഈ സെഷൻസ് ഷെയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ SBI ആയാലും ശരി, ബാക്കിയുള്ള ബാങ്ക് എക്സാംസ് ആയാലും ശരി, അത് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഡെഫിനറ്റ്ലി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഇനിയും വരുന്ന കൂടുതൽ സെഷൻസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഡെഫിനറ്റ്ലി ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അടുത്ത ക്വസ്റ്റൻ, വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എല്ലാത്തിലും ഇത് തന്നെയാണ് നമുക്ക് തരുന്ന കോമൺ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇനി ക്വസ്റ്റൻസിലേക്ക് അങ്ങ് പോകാം, സോൾവ് ചെയ്ത് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. സോ കുറച്ചൊരു അപ്രോക്സിമേഷൻ്റെ ഒരു ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആദ്യം ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് 126 എന്ന് എടുക്കാം, പ്ലസ് നമുക്ക് അടുത്ത് തന്നെ 182 എന്ന് എടുക്കാം, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് 230 എന്ന് എടുക്കാം, ആൻഡ് ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അതിനെ 66 എന്ന് എടുക്കാം. ഈക്വൽ ടു സംതിങ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ 0.5നേക്കാളും ലെസ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രീവിയസ് നമ്പറിലേക്കും 0.5നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നെക്സ്റ്റ് നമ്പറിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ എക്സാക്ട്ലി അത് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൂടുതൽ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി അടുത്തുള്ള തന്നെ കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വാല്യൂസിലേക്കും വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് തന്നിരുന്നത്. ചെറിയൊരു അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫിക്കേഷൻ നമുക്ക് SBI ക്ലർക്കിൽ തന്നെ ചോദിച്ച ക്വസ്റ്റിന് അപ്രോക്സിമേഷൻ ആണെങ്കിൽ പോലും ബട്ട് ചെറിയൊരു അപ്രോക്സിമേഷൻ. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലസ് ആൻഡ് മൈനസ് ചെയ്തെടുത്താൽ മതി. സോ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു 200 ഉണ്ട്. സോ ഈ ഒരു -200ഉം നമുക്ക് ഇവിടെ നിന്ന് ഈ +200ഉം ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ബാക്കി കളയാനുള്ളത് ഒരു 30ഉം ഒരു 66ഉം ആണ് നമുക്കിനി കളയാനുള്ളത്. സോ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്നൊരു ഓക്കെ, നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ 1366 കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 96 എന്ന് വരും, -96. ആൻഡ് ഇവിടെ നമുക്ക് ഇനി ബാക്കിയുള്ളത് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 80 ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു 20 ഉണ്ട്. ഈ 18, 20 മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 6ഉം 2 എടുക്കാതെ 18, 20 മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 100 എന്ന് വരും. ആൻഡ് ഈ 100 96 കൂടി മൈനസ് ചെയ്ത് നമുക്ക് എന്ത് വരും, 4 എന്ന് വരും. ഈ 4 കൂടാതെ ഇനി എടുക്കാൻ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ 2ഉം ഇവിടെ ഒരു 6ഉം ആണ് എടുക്കാൻ ബാക്കിയുള്ളത്. സോ +2 + 6 ആൻഡ് 6 + 2 + 4 എന്ന് പറയുമ്പോൾ നമുക്ക് 12 എന്ന് വരും. സോ ആൻസർ നമുക്ക് 12 എന്ന് വരും. ഓപ്ഷൻ A 12 ആണ് നമ്മുടെ ആൻസർ. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെ അതേപോലെ തന്നെയാണ് സോൾവ് ചെയ്തേക്കുന്നത്. മാക്സിമം 1 or 2 സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റൻ നമുക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് യൂഷ്വൽ ക്വസ്റ്റൻ ആണ്. പെർസെൻറ്റേജും 2 സീറോസും ക്യാൻസൽ ചെയ്യാം. 82യുടെ ഡബിൾ അപ്പം നമുക്ക് അല്ലെങ്കിൽ 82 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ 8 × 2 × 4 നമുക്ക് 8 എന്ന് വരും, ആൻഡ് 4 8s നമുക്ക് 32 എന്ന് വരും. സോ നമുക്ക് 328 എന്ന് വരും. പ്ലസ് നെക്സ്റ്റ് നമുക്ക് ഇവിടെ പെർസെൻറ്റേജും ഈ 2 സീറോസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 × 39. 6 × 39 ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 6 × 39 നമുക്ക് 40 - 1 എടുക്കാൻ പറ്റും. 6 × 40 ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, 240 എന്ന് വരും. അതിന് നമുക്ക് 1 × 6 നമുക്ക് 6 എന്ന് വരും. ആ 6 കുറച്ചാൽ മാത്രം മതി. ഇവിടെ -511 ഉണ്ട്, ആൻഡ് ഈ 49 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് -49 = X. അഗൈൻ പ്ലസ് ആൻഡ് മൈനസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പ്ലസ് ആൻഡ് മൈനസ് ഒന്ന് സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്ലസ് ആൻഡ് മൈനസ് നമുക്കൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് 500ഉം ഇവിടെ നിന്ന് ഈ 3 + 2 500 മൈനസ് ചെയ്യാം. ഇനി നമുക്ക് കളയാനുള്ള ബാക്കി നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 49 കളയാനുണ്ട്, ഇവിടെ നമുക്കൊരു 40 ഉണ്ട്. സോ ഈ ഒരു 40ഉം ഇവിടുത്തെ 49 കൂടി കളയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കി ഒരു -9 ഉണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാക്കി കളയാനുള്ള നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ -6 ഉണ്ട്, ഇവിടെ -11 ഉണ്ട്, ഇവിടെ ഒരു -9 ഉണ്ട്, and ഇവിടെ നമുക്കൊരു 28 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ 11 + 9 നമുക്ക് 20 വരും, ഇവിടെ നിന്ന് 26 വരും. അങ്ങനെയാണെങ്കിൽ 28 - 26 നമുക്ക് ഫൈനലി ആൻസർ എത്രയെന്ന് വരും, 2 എന്ന ആൻസർ വരും. സോ അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ D 2 ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്റ്റെപ്പേ ഉള്ളൂ, നമുക്ക് ആൻസർ അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ സെയിം അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് പെർസെൻറ്റേജും അതേപോലത്തെ വാല്യൂസ് ഒക്കെ വരുന്ന ക്വസ്റ്റൻ അഗെയിൻ നമുക്ക് ഇതേപോലെ തന്നെ സോൾവ് ചെയ്യാം. സോ പെർസെൻറ്റേജും 2 സീറോസും ക്യാൻസൽ, 4 × 6 നമുക്ക് 24 എന്ന് വരും. പ്ലസ് 16.66 പെർസെൻറ്റേജ് 1/6. നമ്മൾ ആ 6ഉം 54 കൂടി ക്യാൻസൽ ചെയ്യുമ്പം നമുക്കിവിടെ 9 എന്ന് വരും. സോ നമുക്ക് 9 - 20 + 13 ആണ് നമുക്കുള്ളത്. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ വരും. സോ അങ്ങനെയാണെങ്കിൽ 24ഉം 20 കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4 വരും. ഇനി 4 + 9 + 13 ചെയ്താൽ മാത്രം മതി. സോ 4 + 9 13 ആണ്. ആ 13ന്റെ കൂടെ 13 കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് 13ന്റെ ഡബിൾ 26 എന്ന് ആൻസർ വരും. സോ ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ C 26 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ നമുക്ക് സെയിം നേരത്തെ ശരിയുള്ള ഒരു പാറ്റേൺ ആണ്. 25 + 41 ×
28 ഡിവൈഡ് ബൈ 4 നമുക്കറിയാം 28 ഡിവൈഡ് ബൈ 7 നമുക്ക് 4 ടൈംസ് പോകും. നമുക്കറിയാം 4 into 7 ആണ് 28, സോ 4 എന്ന് വരും. മൈനസ് 13 സ്ക്വയർ 169. സോ അഗൈൻ ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 25 പ്ലസ് 41 into 4 എന്ന് പറയുമ്പോൾ നമുക്കത് 4 into 4 16, 1 into 4 4, മൈനസ് 169. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 164 മൈനസ് 169 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മൈനസ് 5 ബാക്കി വരും. ഈ മൈനസ് 5ഉം ഈ 25 കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും 20 എന്ന ആൻസർ വരും. സോ ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ എ 20 ആണ് നമ്മുടെ ആൻസർ. ഈ 25 മൈനസ് 20 മൈനസ് 5 നമുക്ക് 20 എന്ന ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 208 ഡിവൈഡ് ബൈ 13. അപ്പോൾ 208 ഡിവൈഡ് ബൈ 13 എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് ഡിവൈഡ് ആവുന്ന നമ്പർ ആയിരിക്കും നമുക്ക് തരുന്നത് ഇങ്ങനെയൊക്കെ തരുന്ന സമയത്ത്. സോ നമ്മൾ ആലോചിക്കുക 3 ഇൻറ്റു, പക്ഷെ നമുക്കറിയാം 130നേക്കാളും വലുതായത്. അങ്ങനെ 130 ഉണ്ട്, അത് കൂടാതെ പിന്നെ എക്സ്ട്രാ ഉണ്ട്. എക്സ്ട്രാ ഉള്ളത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ 78. അങ്ങനെ 78 എന്ന് പറഞ്ഞാൽ 13 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വട്ടം പോകുന്നുണ്ട്? 6 തവണ പോകുന്നുണ്ട്. 10 into 6 16, 3 into 6 18, 16 18 കൂടി ചേരുമ്പോൾ 78. ഓക്കെ, സോ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര എന്ന് വരും? 10ഉം 6ഉം 16 എന്ന് വരും നമുക്കിത് സോൾവ് ചെയ്യുന്ന സമയത്ത്. ഇനി ദെൻ ഇൻറ്റു റൂട്ട് ഓഫ് 441 നമുക്കത് 21 എന്ന് വരും. പ്ലസ് 13 സ്ക്വയർ 169. സോ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 into 21. അപ്പോൾ 16 into 20 നമുക്ക് 320 എന്ന് വരും. പ്ലസ് 16 into 1 16 എന്ന് വരും. പ്ലസ് 169 എന്ന് വരും. ഇനി നമുക്ക് ആൻസറിന്റെ റേഞ്ച് നോക്കിയാൽ എല്ലാം 500 റേഞ്ചിലാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 69ഉം 16ഉം 20ഉം മാത്രം വെച്ചൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ 69 ഇവിടെ നിന്ന് ഒരു 1 കൂടി വരുമ്പോൾ 70 ആവും. പിന്നെ ബാക്കി അവസാനം 5 ആണ് വരാൻ പോകുന്നത്. 5 ഓപ്ഷനിൽ തീരുന്ന നമ്പർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. എന്നുള്ള 6 പ്ലസ് 9 ചെയ്താൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 15, 5 വരുന്നുണ്ട്. ഓപ്ഷനിൽ 5 തീരുന്നതായിരിക്കും ആൻസർ. ഓക്കെ, ഇനി 5 തരുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്ലിയർലി ഒരു 05 ആയിരിക്കും വരാൻ പോകുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത്. മൊത്തം കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 505 ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് 3 + 2 ഇവിടുന്ന് 400 വരും. പിന്നെ ഇവിടുന്ന് 60, ഇവിടുന്ന് 20 കൂടി ചേരുമ്പോൾ 80, ഇവിടെ 100, പിന്നെ ഒരു 1 കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്കത് 105. ബാക്കി നമുക്കിവിടെ റിമൈനിങ് 5 കൂടി വരുമ്പോൾ 105 വരും. അപ്പം 400 + 105 നമുക്ക് 505 ആൻസർ വരും. നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ബട്ട് അതർവൈസ് ഓപ്ഷനിലെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മതി നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. 15ന്റെ സ്ക്വയർ 225 ആവും. അപ്പോൾ 225 മൈനസ് 114 ഡിവൈഡഡ് ബൈ 3 മൈനസ് 40 പ്ലസ് 2യുടെ ക്യൂബ് 8. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യണം. സോ നമുക്ക് 225 മൈനസ് 114, 5 മൈനസ് 4 1, 2 മൈനസ് 1 1, 2 മൈനസ് 1 1 ബൈ 3. സോ 111 ബൈ 3 മൈനസ് 40 പ്ലസ് 8. അപ്പം 111 ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്കത് എത്ര വരും? നമുക്കത് 37 എന്ന് വരും. സോ 37 മൈനസ് 40 പ്ലസ് 8. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി ആൻസർ വരാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ 37 മൈനസ് 40 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് -3 വരും. ആൻഡ് ആ -3ഉം ആ +8 കൂടി ചേരുമ്പോൾ നമുക്ക് അവിടുന്ന് ആൻസർ എത്രയെന്ന് വരും? 5 എന്ന ആൻസർ വരും. സോ ഓപ്ഷൻ ബി 5 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 15 + 24 into 3. അപ്പോൾ 24, 34, 39 into 3. 39 into 3 ഡിവൈഡഡ് ബൈ 13. 13ഉം 13 ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 എന്ന് വരും. സോ 3 into 3 നമുക്ക് 9 എന്ന് വരും. ദെൻ നമുക്ക് അവിടെ ഒരു +18 ഉണ്ട്, -5 ഉണ്ട്. സോ ആണെങ്കിൽ 9 + 18 -5. അപ്പോൾ 9 + 18 27 ആണ്. 27 -5. 27 -5 നമുക്ക് എത്രയെന്ന് വരും? 22 എന്ന് വരും. സോ 22 ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 22 ആണ് നമ്മുടെ ആൻസർ. അഗൈൻ 1 സ്റ്റെപ്പ് ആൻഡ് നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട് നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം നമുക്ക് അതേപോലത്തെ തന്നെ പാറ്റേൺ ആണ്. സെയിം 78 + 85 - 13 into 8. 13 into 8 എന്ന് പറയുമ്പോൾ നമുക്ക് അത് എത്ര വരും? 104 എന്ന് വരും. പ്ലസ് 81 ഡിവൈഡ് ബൈ 3. നമുക്ക് 81 എന്ന് പറഞ്ഞാൽ 3യുടെ പവർ 4 ആണ്. 3യുടെ പവർ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3യുടെ ക്യൂബ് വരും. 3യുടെ ക്യൂബ് എന്താ? 27 ആണ്. സോ ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ വരും. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു 104 മൈനസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ആദ്യമേ 4ഉം ഇവിടുത്തെ ഈ 4 കൂടി മൈനസ് ചെയ്താൽ ബാക്കി ഇവിടെ 4 കാണും. ആൻഡ് ഇവിടെ നിന്ന് ഒരു 100 കൂടി ഇനി മൈനസ് ചെയ്യാനുണ്ട്. സോ 100 കൂടി നമുക്കൊന്ന് മൈനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 100 കൂടി മൈനസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് 80ഉം ഇവിടെ നിന്ന് 20 കൂടി എടുക്കുമ്പോൾ 100 മൈനസ് ആയി. സോ ഇനി ബാക്കിയുള്ളതൊന്നും ഡൗട്ട് വരാത്ത രീതിയിൽ എഴുതാം. 74 പ്ലസ് ഇവിടെ ഒരു 5 ബാക്കിയുണ്ട്, പ്ലസ് അവിടെ ലാസ്റ്റ് നമുക്കൊരു 7 ബാക്കിയുണ്ട്.
അതെ 7 ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 74 പ്ലസ് 5 നമുക്കത് 79 വരും. 79 പ്ലസ് 6 പ്ലസ് 7 നമുക്ക് അത് 86 എന്ന് ആൻസർ വരും. സോ ഓപ്ഷനിൽ വരുമ്പോൾ 86 നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വെച്ചും ട്രൈ ചെയ്യാം. പക്ഷേ 2 ഓപ്ഷൻ ഉണ്ട് യൂണിറ്റ് ഡിജിറ്റിൽ 6 വരുന്നത്. സോ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആൻസർ മാർക്ക് ചെയ്യാം. ബട്ട് അതർവൈസ് 86 എന്ന് ആൻസർ വരും. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വരുന്നുണ്ട് നമുക്ക്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 748 into 7 അതേപോലെ തന്നെ എഴുതാം നമുക്ക്. 48 into 7 divided by 12. നമുക്ക് ഈ 12ഉം ഈ 48 ഒക്കെ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്ത് 4 ആക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. 4 into 7 നമുക്ക് ഇവിടെ 28 എന്ന് വരും. ഇനി 28 പ്ലസ് നമുക്ക് 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 27 മൈനസ് 7ന്റെ സ്ക്വയർ നമുക്ക് 49 എന്ന് വരും. ഈക്വൽ ടു റൂട്ട് ഓഫ് സംതിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 28 പ്ലസ് 27 മൈനസ് 49. അപ്പം അങ്ങനെ 28 പ്ലസ് 27 എന്ന് പറയുമ്പോൾ 40 50 55 അതെ 55. അപ്പം നമുക്ക് ഇവിടുന്ന് ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 55 മൈനസ് 49 എന്ന് വരും. 55 മൈനസ് 49 എന്ന് പറയുമ്പോൾ നമുക്കത് 6 എന്ന് വരും. അപ്പോൾ ചോദിക്കുന്ന 6 എന്ന് പറയുന്ന റൂട്ട് ഓഫ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം റൂട്ട് ഓഫ് 36 ആണ് നമ്മുടെ 6 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 36 ആയിരിക്കും. സോ ഓപ്ഷനിൽ 6 ഉണ്ടെങ്കിൽ അറിയാതുപോലെ 6 മാർക്ക് ചെയ്യില്ല. 36 ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ അതേപോലത്തെ ഒരു പാറ്റേൺ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? നോക്കി കുറേ ഗെയിൻ ഒരേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ 2 നമ്പർ ആഡീഷൻ, പിന്നെ ഒരു മൈനസ്, ഇൻറ്റു, അങ്ങനെ എല്ലാം കൂടി ചേരുന്ന ഒരു പാറ്റേൺ. ഓക്കെ, കുറേ പാറ്റേൺ ഇതേ സെയിം പാറ്റേണിൽ ചോദിച്ചിട്ടുണ്ട്. ശരി, നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് പോകാം. അപ്പം 20 പ്ലസ് 39 നമുക്ക് 59 എന്ന് വരും. മൈനസ് 78 പ്ലസ് 17 ഇൻറ്റു 3 എത്രയാണ്? 51 ആണ്. മൈനസ് 15. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ 59 ഓക്കെ ഫൈൻ, നമുക്കത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. അതായിരിക്കും പറ്റും. 59 മൈനസ് 78 നമുക്ക് ആ 78 ആണ് മൈനസ് ചെയ്യേണ്ടത്. പിന്നെ ആ 15 കൂടി നമുക്ക് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മൈനസ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യണമെങ്കിൽ 59 കൂടി ഈ ഒരു 1 കൂടി ചേരുമ്പോൾ 60 ആവും. 60യുടെ കൂടെ 5 കൂടി 50 കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് 110 എന്ന് വരും. 78ഉം 15 കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 78 88 90 93 എന്ന് വരും. സോ മൈനസ് 93. അങ്ങനെയാണെങ്കിൽ നമുക്ക് 110 93 മൈനസ് ചെയ്താൽ 17 എന്ന് വരും. നമുക്ക് ഓപ്ഷനിൽ 17 ഇല്ല, 16 ഉണ്ട്, 18 ഉണ്ട്, പക്ഷെ 17 കൊടുത്തില്ല. സോ ആൻസർ നൺ ഓഫ് ദീസ് ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഈ ഒരു സെഷനിൽ നമ്മൾ അഗെയിൻ സിംപ്ലിഫിക്കേഷൻ ആണ്. SBIയുടെ പ്രീവിയസ് ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. സോ ഇതിന് മുമ്പുള്ള സെഷനിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഇതേ പാറ്റേണും ഇതേ അപ്രോച്ചുകളൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ആദ്യത്തെ സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകളെല്ലാം തന്നെ പഠിച്ചു. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം കവർ ചെയ്ത്, എന്നിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ മുമ്പിലോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ സെഷൻസ് ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യുക, എന്നിട്ട് ബാക്കി സെഷൻസും വാച്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ബാക്കിലോട്ട് വരുന്ന രീതിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുമ്പിലോട്ട് വരാനും അത് നല്ലപോലെ യൂസ് ചെയ്യാനും നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. സോ ഇതിന് മുമ്പുള്ള സെഷൻ കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി മുമ്പുള്ള സെഷൻസ് കാണുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിന് മുമ്പുള്ളതും കാണാനുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. ഇനി വരുന്ന സെഷൻസും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ ബാക്കി SBIയുടെയും ബാക്കിയുള്ള ബാങ്ക്സ് എക്സാംസിൻ്റെ ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക, മിസ്സാവാതെ. അപ്പോൾ നമുക്ക് വരുന്ന സെഷനിൽ SBIയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ്റെ നമുക്ക് ഏകദേശം ഒരു 50 to 53 ക്വസ്റ്റ്യൻസ് ആണ് SBI ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സ് എക്സാമിൽ ചോദിച്ചുള്ള ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇനി ലാസ്റ്റ് ഒരു 12 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. സോ നമ്മൾ ഈ അടുത്ത സെഷനിലൂടെ നമ്മുടെ SBIയുടെ ഒരു ക്ലർക്കിൽ ചോദിച്ചുള്ള സിംപ്ലിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സെഷനിൽ SBIയുടെ ഈ ക്ലർക്കിൻ്റെ സിംപ്ലിഫിക്കേഷൻ ലാസ്റ്റ് സെഷനായിട്ട് നമുക്ക് ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.